എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. RRB 2026 കലണ്ടർ പുറത്ത് ഇട്ടിരിക്കുകയാണ്. 2026 കലണ്ടർ പ്രകാരം ഏറ്റവും ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പരീക്ഷ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമാണ്. മെയ് 15 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇത്തവണ 11,000 ഒഴിവുകളിലേക്കാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം വിളിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2024 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു 18,000 ചില ഒഴിവുകളിലേക്ക്. 2025 9,000 പരം ഒഴിവുകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. 2026 ഇപ്പോൾ 11,000 പരം ഒഴിവുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. എന്നാൽ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങൾ, ചില തിരിച്ചറിവുകളെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. 24-ലും 25-ലും ഈ എക്സാം എഴുതിയിട്ട് കടക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് ഒരു പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ ഒരു എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം 2026 11,000 ഒഴിവുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത്? എത്ര പേര് കൂടെയാണ് നിങ്ങൾ മത്സരിക്കാനായിട്ട് പോകുന്നത്? നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ യാഥാർത്ഥ്യം എന്ത്? ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് എല്ലാ വർഷവും ഈ എക്സാമിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത്. 2024 18 ലക്ഷം ആളുകളാണ് ഈ എക്സാമിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നതിൽ ഏകദേശം 100-ൽ ഒരാളെ മാത്രമാണ് ഈ എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. 100-ൽ പരീക്ഷ എഴുതുന്ന 100 പേരിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന എക്സാമിനേഷൻ ഹാളിൽ ചിലപ്പോൾ 100 പേരായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഒരാൾ മാത്രമാണ് ലോക്കോ പൈലറ്റ് ആയിട്ട് മാറുന്നത്. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. ഇതിൻ്റെ എൻഡ് അതായിരിക്കണം. നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു 11,000 ഒഴിവുകൾ എന്ന് കേൾക്കുമ്പോഴുള്ള സന്തോഷം അതിൻ്റെ പ്രിപ്പറേഷൻ്റെ കാലയളവിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സന്തോഷിക്കാനായിട്ട്. അത്രയും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പരാജയപ്പെടുന്നത് പലപ്പോഴും തെറ്റായ തയ്യാറെടുപ്പ് കാരണമാണ്. തെറ്റായ തയ്യാറെടുപ്പുകൾ, പരീക്ഷയെ യഥാവരണം മനസ്സിലാക്കാതെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാതെ, വെയിറ്റേജ് മനസ്സിലാക്കാതെ, കൃത്യമായ സ്റ്റഡി പ്ലാൻ ഇല്ലാതെ, കൃത്യമായ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാതെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് പല കുട്ടികളും പരീക്ഷയിൽ പിന്നാക്കം പോകുന്നത്. 2024 എഴുതിയിട്ട് കിട്ടാത്തവരും 25-ൽ വീണ്ടും എഴുതിയിട്ട് കിട്ടാത്തവരും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കില്ല, പഠിക്കുന്ന രീതിയിലോ നിങ്ങളുടെ തയ്യാറെടുപ്പുകളിലോ ഉള്ള പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങൾ എക്സാമിൽ പിന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും അതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യണം, എങ്ങനെ തിരുത്തണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കി കാണാനായിട്ട് പോകുന്നത്. യാഥാർത്ഥ്യം, 2024 എക്സാം വിളിച്ചപ്പോൾ ആദ്യമായിട്ട് റെയിൽവേ 2024 ഒരു ആനുവൽ കലണ്ടർ പ്രകാരം ഇനി എല്ലാ വർഷവും ലോക്കോ പൈലറ്റ് പരീക്ഷ വിളിക്കും, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാം വിളിക്കും, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം വിളിക്കും, ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം വിളിക്കും, സെക്ഷൻ കൺട്രോളർ എക്സാം വിളിക്കും, NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രൂപ്പ് ഡി, പാരാമെഡിക്കൽ, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി, ഇത്രയും പരീക്ഷകൾ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് 2024 അതിൽ ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം. അതുകൊണ്ടായിരിക്കാം ആ വർഷം ഈ എക്സാമിന് അപേക്ഷിച്ചവരുടെ എണ്ണം 18,49,347 ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ എണ്ണമാണ് ഞാൻ ഈ പറയുന്നത്. വേക്കൻസി 18,799 എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നത് 100-ൽ ഒരാളെ മാത്രമാണ്. ഒരു വേക്കൻസിയിലേക്ക് മത്സരിക്കുന്ന 100-ൽ ഒരാൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ ആ 100-ൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറെടുപ്പുകൾ നടക്കണം. എന്താണ് ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം? അതാണ് നമ്മൾ ഇന്ന് നോക്കി കാണാനായിട്ട് പോകുന്നത്. എന്താണ് ശരിക്കുമുള്ള പ്രശ്നം? ഇത് തുടക്കക്കാരുടെയും വീണ്ടും എഴുതുന്നവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. തുടക്കക്കാരെന്ന് പറഞ്ഞാൽ 11,000 ഒഴിവ് എന്ന് പറഞ്ഞ് പഠിച്ചിറങ്ങുന്ന പല കുട്ടികളും എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആയിരിക്കും ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2024-ലും 25-ലും എഴുതി പരാജയപ്പെട്ടവരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണിത്. എന്താണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം? ഈ കാണുന്നതാണ്, റാൻഡം പ്രിപ്പറേഷൻ. എന്താണ് റാൻഡം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11,000 എന്ന് പറയുന്ന ആ നമ്പർ കാണുന്നു, ഒഴിവ് കാണുന്നു, ജോലി, കേന്ദ്ര സർക്കാർ ജോലി, ശമ്പളം, ഇതിൻ്റെ ഗ്ലാമർ എല്ലാം നിങ്ങളുടെ കണ്ണിൽ പെടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ പ്രിപ്പറേഷൻ ഭയങ്കര റാൻഡമാണ്. എന്താ റാൻഡം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കുന്നു ALP 2026 അല്ലെങ്കിൽ RRB ALP മാത്തമാറ്റിക്സ്, RRB ALP റീസണിങ് ക്ലാസ്സസ്, യൂട്യൂബിൽ ഒരുപാട് പ്ലേലിസ്റ്റുകൾ വരുന്നു. അതെന്ത് ചെയ്യുന്നു, ഇരുന്ന് കാണുന്നു, സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നു. നല്ല കാര്യം, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താ പ്രശ്നം?
കൺസെപ്റ്റ് മനസ്സിലാക്കിയോണ്ടോ അല്ലെങ്കിൽ തിയറി മനസ്സിലാക്കിയതുകൊണ്ടോ മാത്രം കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് മത്സര പരീക്ഷയാണ്. നിങ്ങൾക്കൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് തരുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ ആ ചോദ്യത്തിൽ ഉത്തരത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? അതിന് പ്രാക്ടീസ് വേണം, ടെസ്റ്റുകൾ വേണം. അതിന് എന്തൊക്കെ സ്പീഡ് മാത്സിൽ എന്തൊക്കെ ട്രിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കണം. അവിടെയാണ് നിങ്ങൾ പലരും ലാക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് 100 എണ്ണമാണെങ്കിൽ 100 എണ്ണം വായിച്ചെത്താൻ പറ്റുന്നില്ല. ALPയുടെ കേസിൽ 75 ചോദ്യമാണെങ്കിൽ 75 ചോദ്യം കാണാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ? പ്രാക്ടീസ് ചെയ്യുന്നില്ല. കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ ചെയ്ത് പഠിക്കുന്നില്ല. ഇനി ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഇല്ല. മാത്സ്, റീസണിങ്, GK ക്ലാസ്, സയൻസ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. സയൻസിന് എത്ര വെയിറ്റേജ് കൊടുക്കണം? ഒരു ദിവസം 5 മണിക്കൂറാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ അതിൽ എത്ര സമയം സയൻസിന് കൊടുക്കണം, എത്ര സമയം GKക്ക് കൊടുക്കണം, മാത്സിന് റീസണിങ് എത്ര സമയം കൊടുക്കണം, ടെസ്റ്റ് ചെയ്യാൻ എത്ര സമയം കൊടുക്കണം, തലേന്ന് പഠിച്ചത് റിവൈസ് ചെയ്യാൻ എത്ര സമയം കൊടുക്കണം. ഇതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് പലർക്കും ഇല്ല. കിട്ടുന്ന വീഡിയോ, കിട്ടുന്ന ബുക്കുകൾ എന്ത് ചെയ്യുന്നു? വായിക്കുന്നു, തോന്നിയതൊക്കെ എഴുതി വെക്കുന്നു, കുത്തി കുറിക്കുന്നു, വീണ്ടും പഠിച്ചിട്ട് പോകുന്നു. അടുത്ത വർഷം ഇതേ സംഭവം ആവർത്തിക്കുന്നു, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു. പ്ലാൻ ഇല്ല. മൂന്നാമത്തെ കാര്യം, റിവിഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലേന്ന് പഠിച്ചത് പിറ്റേന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ നിൽക്കില്ല. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യണം, ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒന്നാമത്തെ ദിവസം പഠിച്ചത് ഈ പറയുന്ന എക്സാമിൻ്റെ ദിവസം നിങ്ങളുടെ തലയിൽ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ കഴിഞ്ഞു, അവിടത്തോടു കൂടി അത് തീർന്നു. ഈ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പരാജയത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 100-ൽ ഒരാളാവാതിരിക്കുക എന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതാണ്. ഇതിന് പോകാൻ വഴി എന്താണ്? പോകാൻ വഴി മറ്റൊന്നുമല്ല, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ, പ്രാക്ടീസും റിവിഷനും വേണം, റെഗുലറായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് കിടക്കും. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും വേറെ വലിയ വിജയമന്ത്രങ്ങളൊന്നുമില്ല. കടന്നിട്ടുള്ള ആളുകളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക്, അവരെല്ലാവരും നല്ല രീതിയിൽ കുത്തിയിരുന്ന് പഠിക്കാൻ മനസ്സുള്ളവരായിരുന്നു, അതിന് തയ്യാറായിട്ടുള്ളവരായിരുന്നു. 2, അവരുടെ കൈവശം വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയമാകുമ്പോൾ എൻ്റെ എത്ര സിലബസ് കവർ ചെയ്യണം, ഞാൻ എത്ര ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, ഞാൻ എത്ര പോർഷൻസ് കവർ ചെയ്യണം, എൻ്റെ വീക്ക് ഏരിയ ഏതാണ്, എൻ്റെ സ്ട്രോങ് ഏരിയ ഏതാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അവർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു, മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്, മാക്സിമം റിവിഷൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. നമ്മുടെ തന്നെ ചാനലിൽ കൊടുത്തിട്ടുള്ള പല കുട്ടികളുടെ ഇൻ്റർവ്യൂ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ കൈവശം 2, 3 ടൈപ്പ് ഓഫ് നോട്ട്സ് ഉണ്ടായിരുന്നു. 1 ലെക്ചർ നോട്ടുകൾ, ക്ലാസ് കാണുന്ന മുറയ്ക്ക് എഴുതി പോകുന്നത്. 2 അതിനെ ഷോർട്ടാക്കി അവർ എഴുതി വെക്കുന്നത്. 3 എക്സാമിൻ്റെ തലേന്ന് മറച്ചു നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് നോട്ടുകൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫോർമുല ബുക്കുകൾ, വാക്സിൻ്റെ റീസണിങ്ങിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ അവർ കൊണ്ടുനടന്നിരുന്നു. ഇതൊന്നും വെറുതെ അല്ല, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഉപകാരങ്ങളുണ്ടായിരിക്കും. റെഗുലറായിട്ട് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. വേറെ വലിയ മാജിക് ഫോർമുലയൊന്നും എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ല. പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നല്ല ധാരണയോടുകൂടെ ചെയ്താൽ മാത്രമേ നിങ്ങൾ എക്സാമിന് കിടക്കുകയുള്ളൂ. ഓക്കെ. ഇനി കുട്ടികൾ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടികൾ പ്രധാനമായിട്ടും വരുത്തുന്ന ഒരു 3 മിസ്റ്റേക്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ വീഡിയോ കണ്ടതിന് ശേഷം പഠിച്ചു തുടങ്ങുക. റാൻഡമായിട്ട് വീഡിയോസ് കാണുന്നു, പഠിച്ചു തുടങ്ങാൻ തീരുമാനിക്കുന്നു, അങ്ങനെയല്ല. എന്ത് ചെയ്യരുത് എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അതിൽ ഏറ്റവും ഒന്നാമത്തെ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്കാണ് റാൻഡമായിട്ടുള്ള തയ്യാറെടുപ്പ്. റാൻഡമായിട്ട് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ എക്സാം പാറ്റേൺ മനസ്സിലാക്കാതെ തുടങ്ങുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേർക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ പാറ്റേൺ വ്യക്തമായിട്ട് അറിയാം, സിലബസ് വ്യക്തമായിട്ട് അറിയാം? എത്ര പേർക്ക് അറിയാം? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷമാണോ ഈ എക്സാമിന് പഠിക്കാനായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പാറ്റേൺ, സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2, എന്ത് പഠിക്കണം എന്ന ക്ലാരിറ്റി ഇല്ല. അതെന്താ? സിലബസ് അറിയില്ല, പാറ്റേണും അറിയില്ല, എത്ര വെയിറ്റേജ് ഉണ്ടെന്ന് അറിയില്ല ഓരോ വിഷയത്തിനും. 3, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നു. ഡേ 1 തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് ഡേ 1 തന്നെ ഞാൻ ലോക്കോ പൈലറ്റ് എക്സാം പഠിക്കാനിരിക്കുകയാണ്. ഞാൻ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. അവിടെ തന്നെ നിങ്ങൾ തോറ്റു. കാരണം ആദ്യം പഠിക്കേണ്ടത് എന്തല്ല? ഹിസ്റ്ററി അല്ല. ആദ്യം പഠിക്കേണ്ടത് GK അല്ല. GKക്ക് 10 മാർക്ക് വെയിറ്റേജ് മാത്രമാണ് ALPക്കുള്ളത്. അതിൽ തന്നെ കൂടുതൽ ചോദ്യങ്ങളും കറണ്ട് അഫെയറിൽ നിന്നാണ്. അപ്പോൾ കാണാൻ കിടക്കുന്ന ഹിസ്റ്ററിയുടെ ക്ലാസ് ആണോ ആദ്യം കാണേണ്ടത്? ഹിസ്റ്ററിയുടെ പുസ്തകങ്ങളാണോ ആദ്യം ഇരുന്ന് പഠിക്കേണ്ടത്? അല്ല, വെയിറ്റേജ് കൂടുതലുള്ള വിഷയങ്ങളിൽ നിന്ന് പഠിക്കണം. അത് തന്നെ കൃത്യമായിട്ട് നിങ്ങളിപ്പോൾ ഈ മാറി പോവുക എന്ന് പറഞ്ഞാലും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത് കൃത്യതയോടുകൂടെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു കാര്യവും ഒഴിപ്പിക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഒരു കാര്യം പകുതിക്ക് വെച്ച് നിർത്തി അടുത്തേക്ക് പോയി, അപ്പോൾ ഇതും തീർന്നില്ല അതും തീർന്നില്ല, അങ്ങനെ. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണ്? രണ്ടാമത്തെ മിസ്റ്റേക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ഇല്ലാതെ പഠിക്കുന്നതാണ്. അത് മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റുകൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് പവർ അല്ലെങ്കിൽ വർക്ക് ടൈം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പ്രോബ്ലം ചോദിക്കുകയാണ്. നിങ്ങൾ വീഡിയോസ് നെറ്റിൽ അടിച്ചു നോക്കി,
RRB ALP വർക്ക് ടൈം പ്രോബ്ലംസ് ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടും. അതിലൊക്കെ അവർ ആദ്യം എന്ത് ചെയ്യും, കൺസെപ്റ്റ് പഠിപ്പിച്ചു തരും. എ ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, ബി ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു നിങ്ങൾക്ക് ഫോർമുല വെച്ച് ചെയ്യാം. 1/a + 1/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർമുല കിട്ടും. ഇത് സിയും കൂടെ വന്നാൽ 1/a + 1/b + 1/c വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണും. പക്ഷേ ഇത് എന്ത് ചെയ്താൽ പോരാ, ഈ ഫോർമുല മാത്രം പഠിച്ച് ഈ കൺസെപ്റ്റ് മാത്രം പഠിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലും പിള്ളേർക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. എങ്ങനെയാണ്, വലിയൊരു പ്രോബ്ലം കണ്ടു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നോട്ട് ബുക്ക് എടുക്കുന്നു, മാർജിനൊക്കെ ഇട്ട് സൈഡിൽ വരയൊക്കെ ഇട്ട് എ ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു, ബി ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു, സി ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1/a + 1/b + 1/c ഈസ് ഈക്വൽ ടു 1/9 + 1/10 + 1/, സ്റ്റെപ്പ് എഴുതി സമയം കളയരുത്. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് കിട്ടുന്നത് 48 സെക്കൻഡാണ്. ഒരു ചോദ്യം ചെയ്യാനായിട്ട് കിട്ടുന്നത് 48 സെക്കൻഡാണ്. പേന പേപ്പറിൽ തൊടാതെ ചെയ്ത് പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് എത്തിക്കണം. അപ്പോഴാണ് ഇപ്പോഴും പലരും വർക്ക്ഷീറ്റിൽ മാർജിനും വരച്ച് മറ്റേ വർക്കിംഗ് കോളൊക്കെ ഇട്ട് സ്റ്റെപ്പ് എഴുതി LHS = RHS എന്നിട്ട് അടിവര ഇടുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പലരും ഇപ്പോഴും പോകുന്നത്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നിങ്ങൾ എങ്ങനെ ആൻസറിൽ എത്തി എന്നുള്ളത് ആരും വിലയിരുത്താനായിട്ട് പോകുന്നില്ല, അതിനാരും മാർക്ക് തരാനായിട്ട് പോകുന്നില്ല. എത്ര സമയം കൊണ്ട് ഈ ശരി ഉത്തരത്തിൽ എത്തി എന്നുള്ളത് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. അപ്പോൾ അത് ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കുക. രണ്ടാമത് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കാണത്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാതെ തിയറി മാത്രം പഠിക്കുന്നു, ടൈം പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, എക്സാം ഹാളിൽ സ്പീഡും കുറയും, ആക്യുറസിയും ഇല്ലാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ ഇതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ടൈം ബൗണ്ട് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോദ്യത്തിന് 48 സെക്കൻഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 48 സെക്കൻഡ്. ക്വസ്റ്റ്യൻ വായിക്കണമെങ്കിൽ തന്നെ വേണം 15 സെക്കൻഡ്. ബാക്കി എത്ര സമയം കിട്ടും? ഒരു 30 സെക്കൻഡ് കൊണ്ട് ഇത് എന്ത് ചെയ്യണം? ചെയ്തു തീർക്കണം. ചെയ്തു തീർക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷൻ ഔട്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ ആ 100-ൽ ഒരാളാവാനായിട്ട് നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വരും. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് റാൻഡം ആയിട്ടുള്ള വീഡിയോസോ റാൻഡം ആയിട്ടുള്ള പ്ലാൻ അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഇത് കൂടുതലും വരുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടരാണ്. ആര്? 2024 പഠിച്ചു, കയറിയില്ല. 25 പഠിച്ചു, കയറിയില്ല. ഒരുപാട് തവണകളായി പരീക്ഷകൾ എഴുതുന്നു, കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ പ്രശ്നം എന്താ? സെയിം സ്ട്രാറ്റജിയാണ് വീണ്ടും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 എന്ത് ചെയ്തു? 24 നിങ്ങൾ ക്ലാസ്സുകൾ ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ എടുത്തു, നോട്ടൊക്കെ എഴുതി പഠിച്ചു. വീണ്ടും 25 എന്ത് ചെയ്യുന്നു? നോട്ടൊക്കെ എഴുതി പഠിച്ചു. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, എവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്, എന്തുകൊണ്ട് മാർക്ക് കയറുന്നില്ല, അത് ഉറപ്പുവരുത്തണം. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ വർഷം പഠിച്ച് തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അത് ചെയ്യരുത്. മിസ്റ്റേക്സ് അനലൈസ് ചെയ്യുന്നില്ല. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. മിസ്റ്റേക്സ് അനലൈസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പരീക്ഷകൾ എഴുതണം. പരീക്ഷ എഴുതി 75 മാർക്കിൻ്റെ പരീക്ഷ, 45 മാർക്കാണ് കിട്ടിയത്. ഇത്ര ചോദ്യം തെറ്റി, കഴിഞ്ഞു, അടുത്ത പരീക്ഷയ്ക്ക് പോയി. അങ്ങനെയല്ല വേണ്ടത്. ഇത്ര ചോദ്യം തെറ്റി, അത് എന്തുകൊണ്ട് തെറ്റി? അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവിടെ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ അതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റണം. പ്ലോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 മാർക്കിൻ്റെ പരീക്ഷ, 45 ചോദ്യങ്ങൾ ശരിയായി, ബാക്കി 30 ചോദ്യങ്ങൾ എൻ്റെ തെറ്റി. മാർക്ക് താഴോട്ട് പോയി അല്ലേ? ഒരുപാട് മാർക്ക് പോയി. കാരണം 30 ചോദ്യം തെറ്റി. ഈ 30 ചോദ്യം തെറ്റിയതിനെ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ശരിയായതിനെയും അനലൈസ് ചെയ്യണം, തെറ്റിയതിനെയും അനലൈസ് ചെയ്യണം. ശരിയായതിനെയും അനലൈസ് ചെയ്യണം, തെറ്റിയതിനെയും അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എങ്ങനെ ശരിയാക്കി, അല്ലെങ്കിൽ എങ്ങനെ തെറ്റിച്ചു. എങ്ങനെ ശരിയാക്കി എന്നുള്ളത് കൂടെ നോക്കണം. കറക്കി കുത്തി ശരിയാക്കിയതാണെങ്കിൽ അത് നിങ്ങളെ എടുക്കാണോ? അല്ല. എങ്ങനെ തെറ്റിച്ചു? അറിയാവുന്ന ചോദ്യം തിരക്ക് പിടിച്ച ഓപ്ഷൻ മാറ്റി കുത്തിയതാണോ? അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ കൺസെപ്റ്റിന്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണോ? അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഈ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ തിരിഞ്ഞു പോയതുകൊണ്ട് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണോ? ഇത് തിരിച്ചറിയാൻ പറ്റണം. ന്യൂമറിക്കൽസിന്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ പേടിക്കണം. നിങ്ങളുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആണ്. നിങ്ങൾ പ്രാക്ടീസിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് തെറ്റിപ്പോകുന്നത്. കൺസെപ്റ്റേ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് ഒന്നേന്ന് പഠിക്കാനിരിക്കണം. അത് എന്താണോ നിങ്ങൾ വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ തലച്ചോറിനകത്ത് ആ കൺസെപ്റ്റ് എങ്ങനെയാണോ കയറിയിരിക്കുന്നത് അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ തെറ്റിപ്പോകുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ പുറകെ പോയി ആ കൺസെപ്റ്റ് തിരുത്തി പഠിക്കണം. ശരിയാക്കുന്ന കാര്യത്തിലും ഇത് തന്നെ ചെയ്യണം. എങ്ങനെ ശരിയാക്കി, കറക്കി കുത്തി ശരിയാക്കി തരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേന്മയല്ല. അടുത്ത വട്ടം എന്ത് ചെയ്യും? ആ ചോദ്യം തെറ്റും. അപ്പോൾ അല്ലാതെ ശരിയാക്കിയതാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടി, തോളത്ത് 2 തട്ട് കെട്ടുക. അല്ലാതെ കറക്കി കുത്തി ശരിയാക്കിയതാണെങ്കിൽ
പഠിച്ചിട്ടില്ല, എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് മനസ്സിലാക്കുക. ഇതിനെയാണ് മിസ്റ്റേക്സ് അനലൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഈ രീതിയിൽ പരീക്ഷയെ സമീപിക്കുന്ന എത്ര പേരുണ്ട്? ഈ രീതിയിൽ പരീക്ഷയെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ തോൽവികളെ ഏറ്റുവാങ്ങേണ്ടി വരില്ല. മനസ്സിലാവുന്നുണ്ടോ? സമയത്തിന് എത്തിത്തീർക്കാൻ പറ്റുന്നില്ല. അനലൈസ് ചെയ്യുക. ഓരോ ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് ഞാൻ എത്ര നേരം കൊണ്ടാണ് ടെസ്റ്റുകൾ തീർക്കുന്നത്? 75 ചോദ്യങ്ങൾ 60 മിനിറ്റാണ് നമുക്കുള്ളത്. 55 മിനിറ്റിൽ തീർക്കാൻ പറ്റുമോ? 50 മിനിറ്റിൽ തീർക്കാൻ പറ്റുമോ? അത് 75 മിനിറ്റ് എടുത്തിട്ടാണോ തീർക്കുന്നത്? അല്ലെങ്കിൽ 60 മിനിറ്റിൽ എനിക്ക് 50 ചോദ്യമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, എത്രത്തോളം ടൈം ബൗണ്ട് ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തണം. അതിന് എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ അനലൈസ് ചെയ്യണം. അവനവൻ്റെ മിസ്റ്റേക്സ് കണ്ടെത്തി തിരുത്താനായിട്ട് പറ്റണം. പാടുള്ള കാര്യമാണ്. നമ്മൾ ആരും തെറ്റ് സമ്മതിക്കുന്നവരല്ല. അപ്പോൾ എന്ത് ചെയ്യണം? തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് പറ്റുന്നുണ്ടെങ്കിൽ അത് എക്സാമിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അത് കണ്ടെത്തി തിരുത്താനായിട്ടുള്ള മനസ്സ് കാണിക്കണം. ഓക്കെ. പഠിച്ച് എന്ന കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾ കുറേ പഠിക്കുന്നുണ്ട്, കുറേ ബുക്കുകൾ വായിക്കുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ കോൺഫിഡൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ കാരണം ഈ കാരണം കൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇതാണ് കുട്ടികൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്സ്. ഈ 3 മിസ്റ്റേക്സ് ഇനി പറ്റില്ല അല്ലെങ്കിൽ ഇനി വരത്തില്ല എന്ന് ഉറപ്പിച്ചാൽ തന്നെ നിങ്ങൾ പകുതി വിജയിച്ചു. ബാക്കി പ്രിപ്പറേഷനിലാണ്. ഓക്കെ. ഇനി നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് നോക്കുക. 2 കൂട്ടരാണ് സാധാരണ പരീക്ഷയെ സമീപിക്കുന്നത്. ഒന്ന്, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല, സിലബസ് വലുതായിട്ട് തോന്നുന്നു, കൺഫ്യൂഷൻ കൂടുതലാണ്. ഇത് കൂടുതലും ഫ്രഷേഴ്സാണ്, ആദ്യമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ വേൾഡിലേക്ക് കടന്നു വരുന്നവരാണ്. ഇവർക്കാണ് ഈ പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള സാധ്യതയുള്ളത്. 2, പഠിച്ചിട്ട് റിസൾട്ട് കിട്ടാത്ത കുട്ടികൾ, സെയിം മിസ്റ്റേക്സ് ആവർത്തിക്കുന്നവർ, ഡയറക്ഷൻ ക്ലിയർ അല്ലാത്തവർ. ഇവർ 2 പേരും ഞാൻ ഈ പറഞ്ഞ ഒരു പ്ലാൻ, ഈ പറഞ്ഞ 3 മിസ്റ്റേക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സേഫായി. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. എക്സാമിനെ മനസ്സിലാക്കുക, എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കുക, വെയിറ്റേജ് മനസ്സിലാക്കുക, എന്താദ്യം പഠിക്കണം എന്നുള്ള എൻ്റെ പ്ലാൻ സെറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങാം. മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്? സേഫാണ്. ഇനി ALP ക്ലിയർ ചെയ്യുന്നത് ഒരിക്കലും കൂടുതൽ പഠിക്കുന്ന ആളുകളല്ല, മറിച്ച് എന്താണ്? ശരിയായി പഠിക്കുന്നവരാണ്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, തല പോകുന്ന കാര്യമൊന്നുമല്ല. ഇത് ശരിയായിട്ട് പഠിക്കുക. എന്താണ് ശരിയായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അടക്കും ചിട്ടയോടും കൂടെ വ്യക്തമായ പ്ലാനോട് കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ പറയുന്നത് പലതും ലോക്കോ പൈലറ്റ് എക്സാം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് ബാധകമാണ്. ഏതൊരു മത്സര പരീക്ഷയ്ക്കും ഇത് ബാധകമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെ ഈ ശരിയായ തയ്യാറെടുപ്പിലേക്ക് കടക്കാം? അതിലാദ്യം എന്ത് പഠിക്കണമെന്നുള്ള ക്ലാരിറ്റി വരുത്തണം. അതിനുശേഷം പരീക്ഷയുടെ സബ്ജക്റ്റുകൾ, ഓരോ സബ്ജക്റ്റുകളെ മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ക്ലാരിറ്റി കിട്ടും. സബ്ജക്റ്റിനെ മനസ്സിലാക്കുന്നു, പരീക്ഷയെ മനസ്സിലാക്കുന്നു, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ എക്സാമിനെ പറ്റി നല്ല ക്ലാരിറ്റി കിട്ടും. എന്താണ് പരീക്ഷയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ? ALP എന്ന് പറയുന്ന ഈ പരീക്ഷ അതിനകത്ത് എന്തുണ്ട്? ഒരു ടയർ 1 ഉണ്ട്, ഒരു ടയർ 2 ഉണ്ട്, ഒരു CBAT ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട്. ഇതിൽ CBT 1 എന്ന് പറയുന്ന ടയർ 1 എന്താണ്? ക്വാളിഫയിങ് ആണ്. ഇത് രണ്ടുമാണ് നിങ്ങളുടെ മാർക്ക് നിശ്ചയിക്കുന്നത്. അതിൽ ഇതിന് 70% മാർക്ക്, ഇതിന് 30% മാർക്ക്. ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? പഠിച്ചു തുടങ്ങുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇനി ക്വാളിഫയിങ് ആയിട്ടുള്ള ഈ ALP CBT 1 എന്തൊക്കെ പഠിക്കാനുണ്ട്? മാത്സ് പഠിക്കാനുണ്ട്. എത്ര മാർക്കാണ്? 20 മാർക്കാണ്. റീസണിങ് പഠിക്കാനുണ്ട്. എത്ര മാർക്കാണ്? 25 മാർക്കാണ്. സയൻസ് പഠിക്കാനുണ്ട്. എത്ര മാർക്കാണ്? 20 മാർക്കാണ്. GK പഠിക്കാനുണ്ട്. എത്ര മാർക്കാണ്? 10 മാർക്കാണ്. ഇവിടെ തന്നെ ഈ കാണുന്ന ഈ 25 മാർക്ക് നിങ്ങൾക്ക് എവിടെയും പഠിക്കാനുണ്ട്? CBT 2 പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിവിടെ വൃത്തിയായിട്ട് പഠിച്ചാൽ റാങ്ക് നിശ്ചയിക്കുന്ന CBT 2 നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. ഇനി മാത്സ്, റീസണിങ്, സയൻസ്, GK ഇതിൻ്റെ വെയിറ്റേജ് മനസ്സിലായി. ഇതിനകത്ത് എന്തൊക്കെ പഠിക്കണം? അതാണ് നോ യുവർ സബ്ജക്റ്റ്. എല്ലാ മാത്സും പഠിക്കാനുണ്ടോ? ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്ത് പഠിക്കണം? സിലബസ് ഉണ്ട് നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ട്. നോ യുവർ സബ്ജക്റ്റ്. പരീക്ഷയെ മനസ്സിലാക്കുക. ഇതാണ് തയ്യാറെടുപ്പിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് PYQ നോക്കുക. എക്സാക്ട്ലി നോ യുവർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുൻകാല ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2018 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ള ചോദ്യമുണ്ട്, 2024 ചോദ്യമുണ്ട്, 2025 ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾ അത്രയും നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലബസും നോക്കാം, പരീക്ഷയെ മനസ്സിലാക്കാം, സബ്ജക്റ്റും അറിയാനായിട്ട് പറ്റും. PYQ നോക്കുക. എല്ലാ പരീക്ഷയ്ക്കും PYQ നോക്കുക. മോക്ക് ടെസ്റ്റുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. കൃത്യമായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക.
മിസ്റ്റേക്സ് അനലൈസ് ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മിസ്റ്റേക്സ് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 2026 മെയ് 15 നോട്ടിഫിക്കേഷൻ വരുന്നു. 11,000 ഒഴിവുകളിലേക്ക് വരുന്നു. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള UR EWSകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഇതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നേക്കാളും മുന്നേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. നിങ്ങൾക്ക് ALP 2026 ഒരു ജോലി ഉറപ്പാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സ്കോർ ടീമിന്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കണ്ടു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടാവും. ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അപ്പോൾ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. അടുത്തത് എങ്ങനെ പ്ലാൻ സെറ്റ് ചെയ്യണം, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പഠിക്കാനിരിക്കുന്ന കുട്ടികൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, യാഥാർത്ഥ്യം മനസ്സിലാക്കുക, കോമ്പറ്റീഷൻ മനസ്സിലാക്കുക, മിസ്റ്റേക്സ് മനസ്സിലാക്കുക, തിരുത്തുക, പഠിക്കുക, മുന്നേറുക. ഈ വർഷം തന്നെ ജോലിയിൽ കയറാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.